തിരുവനന്തപുരത്ത് വെങ്ങാനൂരുള്ള പൗർണമിക്കാവ് പലപ്പോഴും പൗർണമിക്കാവിലെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാറുണ്ട്. ഇന്നും പൗർണമിക്കാവിലൊരു വിശേഷമുണ്ട്. രാജസ്ഥാനിൽ നിന്ന് ആദിപരാശക്തി ദേവിയുടെ വിഗ്രഹം ഇവിടേക്ക് എത്തുകയാണ്. പൗർണമിക്കാവ് എന്ന് പറയുന്ന ഈ ക്ഷേത്രം ഇവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠകൾ കൊണ്ട് തന്നെ പലപ്പോഴും ശ്രദ്ധേയമായ ഒരു ക്ഷേത്രം തന്നെയാണ്. വളരെ പ്രത്യേകതയുള്ള ഒരുപാട് പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. ഹനുമാൻ, ലക്ഷ്മി ഗണപതി, പഞ്ചമുഖ ഗണപതി, ഹാലാസ്യ ശിവൻ, ഒറ്റക്കല്ലിലെ നാഗരാജ വിഗ്രഹം, അക്ഷരദേവികൾ, അങ്ങനെ ഇവിടുത്തെ വിഗ്രഹങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന വിഗ്രഹ പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇനി ഇവിടെ രാജസ്ഥാനിൽ നിന്നും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ വിഗ്രഹങ്ങളാണ് പൗർണമിക്കാവിൽ എത്തുന്നത്. എന്തായാലും പൗർണമിക്കാവിലേക്ക് എത്തിയ ഈ വിഗ്രഹങ്ങളുടെ കാഴ്ചകൾ, ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഞങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ശനീശ്വര പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇവിടെ ക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ശനീശ്വര വിഗ്രഹം അധികം താമസിയാതെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. പൗർണമിക്കാവ് എന്ന് പറയുന്ന ഈ ക്ഷേത്രം ഈ ഗ്രാമപ്രദേശത്തുള്ള ജനങ്ങളുടെ എല്ലാം ഒരു കേന്ദ്രം, ആശ്രയ കേന്ദ്രം, അഭയകേന്ദ്രം ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. പൗർണമിക്കാവിലെ ക്ഷേത്ര സന്നിധിയിലേക്ക് വരുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൽ എല്ലാവരും ആകൃഷ്ടരാകുന്നു. അത്രമാത്രം മനോഹരമായാണ് ഈ ക്ഷേത്ര പരിസരം അലങ്കരിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ, ക്ഷേത്രവാതിലിൽ തന്നെ, ക്ഷേത്ര കവാടത്തിൽ തന്നെ ഭഗവതിയുടെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളോടുകൂടിയ വിഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്ന് തന്നെ വളരെയധികം ചാരുതയാർന്ന ഒരു ദൃശ്യഭംഗിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് എന്ന് മനസ്സിലാക്കാം. എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ വിഗ്രഹങ്ങൾ കൂടി പൗർണമിക്കാവിലേക്ക് എത്തുമ്പോൾ വിഗ്രഹ പ്രതിഷ്ഠയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര പരിസരമായി പൗർണമിക്കാവ് മാറുകയാണ്. തിരുവനന്തപുരത്തെ പൗർണമിക്കാവ് മാറുകയാണ്. എല്ലാ പൗർണമി ദിവസങ്ങളിൽ മാത്രം വളരെയധികം പൂജകളും പ്രാധാന്യവും ഉള്ള ഈ ക്ഷേത്രത്തിൽ പ്രപഞ്ചയാഗമടക്കമുള്ള യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും വളരെ വ്യത്യസ്തങ്ങളായ പല പരിപാടികളും, അതുപോലെ സൗന്ദര്യലഹരി പാരായണം, ഭഗവത്ഗീത പാരായണം, അങ്ങനെ ശ്രേഷ്ഠരായ ആചാര്യന്മാരാൽ ഈ പരിസരത്ത് വളരെയധികം ആധ്യാത്മിക പ്രാധാന്യമുള്ള പരിപാടികളും ഈ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ സംഘടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ചൈതന്യവും ഈ ഗ്രാമത്തിന് നൽകുന്ന അഴകും ഐശ്വര്യവും വളരെയധികം വേറിട്ടതാവുകയാണ്. ഇത് സന്തോഷ് വെള്ളാർ. അദ്ദേഹം ഈ അമ്പലത്തിൻ്റെ വളരെ അധികം അടുത്ത ഒരു വ്യക്തിയാണ്, സെക്രട്ടറിയാണ്. നമുക്കറിയാം ഈ പൗർണമിക്കാവ് എന്ന് പറയുമ്പോൾ വിഗ്രഹ പ്രതിഷ്ഠകൾ കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധേയമാണ്. അക്ഷരദേവികളുടെ പ്രതിഷ്ഠ ആദ്യമായിട്ട്, ഹാലാസ്യ ശിവനുണ്ട്, ഇവിടെ പഞ്ചമുഖ ഗണപതിയുണ്ട്, ശനീശ്വരൻ വരാൻ പോകുന്നു, ഇപ്പോൾ ആദിപരാശക്തി എത്തിക്കഴിഞ്ഞു. അങ്ങനെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഭരണസമിതിയാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. എന്ത് തോന്നുന്നു ഇപ്പോൾ വളരെ വ്യത്യസ്തങ്ങളായ, അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർബിൾ വിഗ്രഹങ്ങൾ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ? ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതും ഇനി സ്ഥാപിക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ വിഗ്രഹങ്ങളും മാർബിളിലായിരുന്നാലും കല്ലിലായിരുന്നാലും ഒറ്റക്കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളാണ്. ഇവിടെ പഞ്ചമുഖ ഗണപതി ഒറ്റക്കല്ലിൽ തീർത്ത വിഗ്രഹമാണ്. നമ്മുടെ പുറകു സൈഡിൽ, ക്ഷേത്രത്തിൻ്റെ പുറകു സൈഡിൽ നാഗര സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ നാഗര വിഗ്രഹമാണ്. അതിന് ഗിന്നസ് റെക്കോർഡ് തന്നെ ഉണ്ട്. അതും ഒറ്റക്കല്ലിൽ തീർത്തതാണ്. ഇപ്പോഴത്തെ ലാസ്റ്റിലായിട്ട് നമ്മുടെ ആദിപരാശക്തി ദേവിയുടെ മാർബിളിൽ തീർത്ത വിഗ്രഹം ഇവിടെ എത്തി. അതും ഒറ്റക്കല്ലിലെ മാർബിളിൽ ആണ് ആ വിഗ്രഹവും തീർത്തിരിക്കുന്നത്. അതോടൊപ്പം രണ്ട് ദേവിമാരും ഉണ്ട്. ഒന്ന് ദുർഗയും ഒന്ന് മറ്റൊരു ദേവി. ശരിക്കും പറഞ്ഞാൽ ആ ദേവിയുടെ നാദരൂപിണിക്ക് സമാനമായിട്ടുള്ള ഒരു ദേവി. പിന്നെ ഏറ്റവും വലിയ നന്ദീശ്വര ഭഗവാന്റെ വിഗ്രഹം, പിന്നെ ദുർഗാദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹം, കടുവ, ഇങ്ങനെയൊക്കെ ഉള്ള വാഹനങ്ങളുടേതായ ദേവിമാരുടെ വാഹനങ്ങളൊക്കെ ഏറ്റവും വലുതും ഒറ്റക്കല്ലിൽ തീർത്തതുമായിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഒരു ക്ഷേത്രം എങ്ങനെയായിരിക്കണം, ക്ഷേത്രത്തിൻ്റെ വിശ്വാസവും ആ ജനങ്ങളിൽ ഇവിടുത്തെ ദേവിമാരുടെ അനുഗ്രഹവും ചൊരിയുമ്പോൾ ഇവിടെ എല്ലാവരും ശരിക്കും പറഞ്ഞ ഒരു പൗർണമിക്ക് നമുക്ക് ഈ റോഡിൽ കൂടി നടക്കാൻ പോലും പറ്റില്ല, അത്രയേറെ തിരക്കാണ്. 25,000-30,000-ഓളം പേരാണ് ഒരു പൗർണമിക്ക് വന്നു പോകുന്നത്. അവരുടെയൊക്കെ മനസ്സിൽ ഒരു പ്രാവശ്യം വന്നു പോകുമ്പോഴും അടുത്തും വീണ്ടും എന്ന് പൗർണമി എത്തുമെന്ന് കാത്തിരിക്കുന്നത് പോലെയാണ് അവർ ഓരോരുത്തരും. ആ പൗർണമിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ നീറുന്ന സങ്കടങ്ങൾ ഇറക്കി ഭഗവാനോട് പറഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തി. ഇന്ന് രോഗശയ്യയിലായ നിരവധി പേർക്ക് ഈ ക്ഷേത്രം കൊണ്ട്
ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടി അവർക്ക് രോഗശയ്യയിൽ നിന്ന് എണീറ്റ് വലിയ മോചിതനായി നടന്നു കാണുന്നത്. അവരോട് വന്ന് പറയുമ്പോഴേക്കും അവരുടെ ആനന്ദ കണ്ണീരോടുകൂടി നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്ത ഒരു ഇത് ചാരിതാർത്ഥ്യമുണ്ട്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ട് MS പൂർണ്ണചന്ദ്രൻജി അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മളിലെ ഈ കേരളക്കര ഒന്നാകെ കടപ്പെടാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പുരാതനങ്ങളുടെ എല്ലാ കാര്യങ്ങളും പുരാണങ്ങളിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഇത് തന്നെ ഒരു ആയി രാജവംശത്തിൻ്റെ ക്ഷേത്രം തന്നെയായിരുന്നു, ഒരു കുലദേവത ക്ഷേത്രമായിരുന്നു അവരുടെ. ഈ ഇവിടം വീണ്ടെടുത്തപ്പോഴേക്കും ഈ പ്രദേശം തന്നെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ 480 വർഷം പഴക്കം മുമ്പുള്ള ഈ ആയിരാജവംശത്തിൻ്റെ കുലദേവതയെ വെച്ച് ആചരിച്ചെടുത്തു നിന്ന് അന്യം നിന്നിടത്തുനിന്നാണ് വീണ്ടും അത് കെട്ടിപ്പൊക്കുന്നത് വരുന്നുള്ളത്. അതോടുകൂടി ഇതിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ കാലഘട്ടത്ത് വിഴിഞ്ഞം ഹാർബർ പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. വീണ്ടും ഈ ദേവി ഇവിടെ തിരികെ വന്നപ്പോഴേക്കും ആ ഹാർബർ പോർട്ട് വന്നു. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു നിമിത്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ പാരിസ്ഥിതിക പ്രശ്നത്തിൽ വഴി മുങ്ങിപ്പോകുമെന്നും പല അയൽ രാജ്യങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തെ ഹാർബർ മാറിപ്പോകുമെന്നൊക്കെ ഉള്ള വലിയ ഒരു വിഷയങ്ങളിലേക്ക് വന്നതാണ്. പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാണ്. പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ പേര് തന്നെ ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ നമ്മൾ അതിജീവിച്ച് ഈ ദേവി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ വീണ്ടും അതിനൊരു ചലനശേഷി കൂടാതെ അത് തിരികെ നിന്നു. ആരൊക്കെ എന്തൊക്കെ എതിർത്തിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് ഈ ദേവിയുടെ കഴിവ് ഒരു അനുഗ്രഹം തന്നെന്നേ ഞങ്ങൾ പറയുള്ളൂ. അത് 100%. അതിലപ്പുറം വേറെ ഒന്നുമില്ല. അപ്പം ആ ഒരു രീതി അന്നത്തെ എന്തൊക്കെ ഉണ്ടായിരുന്നോ വിഴിഞ്ഞത്തിൻ്റെ കേരളത്തിൻ്റെ തലസ്ഥാനം അന്ന് വിഴിഞ്ഞമായിരുന്നു എന്ന് പറഞ്ഞു. വോട്ടുണ്ടായിരുന്നു. ആയിരാജവംശത്തിൻ്റെ കുലദേവതയെ വെച്ച് ആചരിച്ചെന്ന് അത് അന്യം നിന്ന് പോയപ്പോഴേക്കും ഇതെല്ലാം അന്യം നിന്നു. അത് വന്നപ്പോഴേക്കും തിരിച്ചെല്ലാം വന്നു. അത് തന്നെയാണ് എനിക്ക് പറയാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം നമ്മളുടെ ഈ ദേവിയിൽ കൂടി കാണിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം.